ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് 1995 തേവരയിൽ വെച്ച് വിക്ടബേർ നടത്തിയ വചന ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങളാണ്. നമ്മൾ പല ഭാഗങ്ങളായിട്ട് കേട്ടുവരികയായിരുന്നു. അനേകം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് കർത്താവിൻ്റെ വചനം? വചനത്തെ നമ്മൾ സ്വന്തമാക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എത്രമാത്രം ശുദ്ധി ഉണ്ടാവണം, ദൈവഹിത പ്രകാരമുള്ള പശ്ചാത്താപം എന്താണ്, ആത്മാക്കളെ വിവേചിച്ചറിയുമ്പോഴാണ് വിശുദ്ധമായത് എന്താണ്, അശുദ്ധമായിട്ടുള്ളത് എന്താണ് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത്. ഇതിലൂടെ കർത്താവിൻ്റെ കൃപയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കുവാൻ, കൂടുതൽ പൂർണ്ണത പ്രാപിക്കുവാൻ നമുക്ക് സാധിക്കും. നമുക്ക് സാത്താനെയും അവൻ്റെ കുടില തന്ത്രങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ദൈവിക രഹസ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 45 അധ്യായത്തിൽ 3-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവം സൈറസിനെ നിയമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് സൈറസിനെ കർത്താവ് നിയമിക്കുകയാണ്. അതിൽ 3-ാം വാക്യത്തിൽ പറയുകയാണ്, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് കാണിച്ചു തരും. കർത്താവ് പറയുകയാണ്, അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും ഞാൻ നിനക്ക് കാണിച്ചു തരും. എപ്പോഴാണ്? നമ്മൾ കർത്താവിൻ്റെ പാതയിലൂടെ നടക്കുമ്പോൾ, യഥാർത്ഥ സത്യ ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുമ്പോഴാണ് ദൈവിക രഹസ്യങ്ങളുടെ കലവറയിലേക്ക് അവിടെ നമ്മളെ കൊണ്ടുപോവുക. അവിടെ നമ്മൾ കാണുന്നുണ്ട് അന്ധകാരത്തിലെ നിധികൾ. സാത്താനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും തിരിച്ചറിയുവാൻ സാധിക്കുന്നത് കർത്താവ് നമ്മളെ സൈറസിനെ പോലെ ദൈവരാജ്യ പദ്ധതികൾ നിറവേറ്റുവാൻ വേണ്ടി നിയമിക്കുമ്പോഴാണ്. നമുക്കറിയാം, നമ്മളല്ല, ദൈവമാണ് നമ്മളെ തിരഞ്ഞെടുക്കുന്നത്. എപ്പോഴാണ്? നമ്മൾ അവിടുത്തോട് വിശ്വസ്തത പുലർത്തുമ്പോൾ, നാം അവിടുത്തെ സ്നേഹിക്കുമ്പോൾ, അവിടുത്തെ കൽപ്പനകൾ പാലിക്കാൻ വേണ്ടി നമ്മൾ ശുഷ്കാന്തിയോടെ അവിടുത്തെ തേടുമ്പോൾ, തീഷ്ണതയോടെ അവിടുത്തെ അഭിലഷിക്കുമ്പോഴാണ് നമുക്ക് ആ കർത്താവിൻ്റെ വഴിയിലൂടെ നടക്കാനും യഥാർത്ഥ സത്യദൈവത്തെ കണ്ടുമുട്ടുവാനും സാധിക്കുക. അതുപോലെ വിക്ടബേർ എപ്പോഴും പറയുന്ന ഒരു വചനമുണ്ട്, നമ്മൾ വചനത്തെ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ ഗ്രന്ഥം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ മനോഭാവം എന്തായിരിക്കണമെന്നുള്ള കാര്യം യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 66-ാം അധ്യായത്തിൽ 1-2 തിരുവചനത്തിൽ ആ ഹൃദയ എളിമയോടെ, ഹൃദയദാഹത്തോടെ ദൈവത്തെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ഇതെല്ലാം കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരിക. നമ്മളെങ്ങനെയുള്ളവരെ ആയിരിക്കണം എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു വരികയായിരുന്നു. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 22 മുതലുള്ള തിരുവചനത്തിൽ അന്നായും ശിമയോനും ദേവാലയത്തിൽ രക്ഷകനെ കാത്ത് അവർ പ്രാർത്ഥനാപൂർവം ഇരിക്കുകയാണ്. അപ്പം അവരെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ശിമയോൻ എങ്ങനെയുള്ളവനായിരുന്നു, എങ്ങനെയുള്ളവർക്കാണ് ആ കർത്താവിനെ ദർശിക്കുവാൻ സാധിക്കുക എന്നുള്ള കാര്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ ജെറുസലേമിൽ ശിമിയോൻ എന്നൊരുവൻ ജീവിച്ചിരുന്നു. അവൻ നീതിമാനും ദൈവഭക്തനും ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. ഇതെല്ലാം വരുമ്പോഴാണ് നമുക്ക് ആ യഥാർത്ഥ ക്രിസ്തുവിനെ ദർശിക്കാൻ സാധിക്കുക. ശിമയോനെക്കുറിച്ച് പറയുകയാണ്, അവൻ നീതിമാനും ദൈവഭക്തനുമായിരുന്നു, ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനും ആയിരുന്നു. ഇസ്രായേലിൻ്റെ ആശ്വാസമായ ദൈവപുത്രനായ ക്രിസ്തുവിനെ, ഇമ്മാനുവേലിനെ പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവ് ആ ശിമയോൻ്റെ മേൽ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ക്രിസ്തുവിനെ കയ്യിലെടുത്തുകൊണ്ട് ശിമയോൻ പറയുന്നുണ്ട്, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. ആ ഈശോയെ കയ്യിലെടുത്തുകൊണ്ട് പറയുകയാണ്. വിശുദ്ധ കുർബാന നമ്മൾ സ്വീകരിക്കുമ്പോൾ ആ ഈശോയെ തന്നെയാണ് നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കുക. ആ ഈശോയുടെ തിരുശരീര രക്തങ്ങളാണ് നമ്മൾ സ്വീകരിക്കുക. എന്നിട്ട് ശിമയോൻ പറയുകയാണ്, ഇപ്പോൾ അങ്ങ് എന്നെ സമാധാനത്തോടെ വിട്ടയക്കണമേ. ആ ദൈവത്തെ കണ്ടതിന് ശേഷം അദ്ദേഹം സ്വർഗം പ്രാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും വർഷത്തോളം കർത്താവിന് വേണ്ടി വിശ്വാസപൂർവ്വം കാത്തിരുന്നവനാണ് ആ ശിമയോന്.
ഇസ്രായേലിൻ്റെ രക്ഷകനെ പ്രതീക്ഷിച്ചിരുന്നപ്പോൾ ആ ക്രിസ്തുവിനെ കയ്യിലെടുക്കുവാനുള്ള ഭാഗ്യം ശിമിയോന് കിട്ടുകയാണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകത്തിലും. അബ്രഹാം വർഷങ്ങളായിട്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ ക്ഷമാപൂർവം കാത്തിരുന്നത് മൂലം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രമാകുകയാണ്. അബ്രഹത്തിലൂടെ ദൈവം ആ ജനതയെ മുഴുവനും അനുഗ്രഹിക്കുകയാണ്. അതിലൂടെ കർത്താവിൻ്റെ ഒരു വംശം ഉണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിശ്വാസികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന അബ്രഹത്തെ നമ്മൾ ആ കാത്തിരിപ്പിലൂടെ നമ്മൾ കാണുന്നുണ്ട്. ജീവിതത്തിൽ എത്രയോ കഷ്ടതകൾ, നിരാശകൾ ഒക്കെ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളിലും അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ ശക്തി പ്രാപിക്കുകയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾക്കെതിരെ ഒരിക്കലും ചിന്തിക്കാത്തവനാണ് അബ്രഹാം. അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിശ്വാസികളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുക. നമ്മളും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ താഴ്ന്നു പോകുന്നുണ്ട്. നമ്മൾക്ക് തോൽവികൾ സംഭവിക്കുമ്പോഴും അബ്രഹാത്തെ പോലെ, ശിമയോനെ പോലെ, പരിശുദ്ധ മറിയത്തെ പോലെ, അതുപോലെ ഉൽപ്പത്തി മുതൽ നമ്മൾ കാണുന്നുണ്ട്, അനേകരെ കാണുന്നുണ്ട് കാത്തിരിപ്പിലൂടെ ദൈവരാജ്യം സ്വന്തമാക്കിയവർ. അതുകൊണ്ട് നമുക്കും ക്രിസ്തുവിൻ്റെ ഹൃദയത്തിനോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. ഹൃദയശുദ്ധി നമ്മളിൽ വരുന്നത് എപ്പോഴാണ്? നമ്മൾ ആ പാപങ്ങൾ എല്ലാം എടുത്തു മാറ്റിപ്പെടുമ്പോൾ നിർമ്മലമായൊരു ഹൃദയത്തിനുടമയാകുകയാണ്. അവിടെയാണ് വചനം വന്ന് വസിക്കുക. നമുക്കറിയാം, നമ്മളൊരു കൃഷി ഇടം ഉണ്ടാക്കണമെങ്കിൽ, ഒരു ചെടി നട്ടു വളർത്തണമെങ്കിൽ നമ്മളുടെ ആ മണ്ണ് എത്രമാത്രം ഉഴുതും മറിച്ച് വളങ്ങളിട്ട് അതിനെ വേരുകൾ ഓടാൻ തക്കവിധം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ ആത്മാവിൻ്റെ കാര്യവും. നമ്മൾ പാപം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി കഠിനമായി മാറുകയാണ്. ഓരോ പാപവും വരുമ്പോൾ നമ്മളത് സാരമില്ല എന്ന് പറഞ്ഞ് നമ്മൾ നീട്ടിവിടുമ്പോൾ നമ്മുടെ മനസ്സാക്ഷി കല്ല് പോലെയാകുകയാണ്. പിന്നെ നമുക്ക് അനുതാപത്തെ കുറിച്ച് ചിന്തിക്കേണ്ടി വരികയില്ല. അനുതാപം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ മറ്റൊരു സ്റ്റേജിലേക്ക് പോവുകയാണ്. അതേസമയം ആ ഹൃദയ വിശുദ്ധി നമ്മൾ കാത്തു പരിപാലിക്കുമ്പോൾ, അതിലാണ് നമ്മുടെ സഭയിൽ, സന്യസ്ത ജീവിതത്തിലും എല്ലാം ഓരോ സമയങ്ങളിലും അവർ എന്തിനാണ് അനുതാപം എടുക്കുക? ഉച്ച സമയത്തെടുക്കും, വൈകിട്ട് കിടക്കുന്നതിന് മുൻപെടുക്കും. ഈ സമയങ്ങളിലെല്ലാം എത്രമാത്രം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തി, നന്മയിൽ എത്രയും നമ്മൾ വളർന്നു, അതുപോലെ എത്ര പ്രാവശ്യം നമ്മൾ പാപത്തിൽ വീണു, ഉപേക്ഷ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി, ഇതിനെക്കുറിച്ചെല്ലാം നമ്മളൊന്ന് ചിന്തിച്ചെടുക്കുന്ന സമയമാണ്. ആ സമയത്തെ നമ്മൾ വിശുദ്ധീകരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സമയത്തെയും ഇങ്ങനെ നമ്മൾ വിശുദ്ധീകരിച്ച് വരുമ്പോഴാണ് ഇന്ന് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാലും ഫലങ്ങളാലും നിറഞ്ഞവരായി നമുക്ക് വളരുവാൻ സാധിക്കുന്നത്. നല്ല പശ്ചാത്താപപരമായ ആ ഹൃദയം നമ്മളിൽ ലഭിക്കുമ്പോൾ മാത്രമാണ്. അതിലൂടെയാണ് നമുക്ക് നന്മയെന്താണ് തിന്മയെന്താണെന്ന് വിവേചിച്ചറിയുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രവിച്ചത് വിവേചനാവരത്തെക്കുറിച്ചാണ്. എന്താണ് വിവേചനാവരമെന്നും നമ്മളെപ്പോഴും ആ വിവേചനാവരം നമ്മളിൽ ഉണ്ടായിരിക്കണം എന്നുമുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കേൾക്കുകയായിരുന്നു. അതിനുശേഷം വിറ്റുപേർ പറയുകയാണ്, യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായം 10-ാം വാക്യം, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ദാനം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ആധിക്യം വരുമ്പോഴാണ് കൃപ കൂടുതലായി വരുന്നത്. കൃപയുടെ ആധിക്യം വരുമ്പോഴാണ് രോഗം വരുന്നത്. പ്രാർത്ഥിക്കുവാൻ നല്ല കൃപയുള്ളവർക്ക് രോഗമുണ്ടായിരിക്കും. ഏതെങ്കിലും 3 രോഗങ്ങളുണ്ടായിരിക്കും. പ്രാർത്ഥിച്ച് ഒരു രോഗം കുറയുമ്പോൾ അടുത്ത രോഗം വരും. ഇങ്ങനെ വരുന്നത് നാം അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. 2 കൊരിന്തോസ് 12:7 ഒരു മുള്ളുണ്ട്. ഇത് വരുന്നത് കൃപയുടെ ആധിക്യം വരുമ്പോഴാണ്. കൃപ തുടങ്ങുന്നത് സ്നേഹത്തിൽ നിന്നുമാണ്. 1 കൊരിന്തോസ് 14 1-ാം വാക്യം. സ്നേഹമാണ് ഏറ്റവും വലിയ കൃപ. സ്നേഹം നിറഞ്ഞു വരുമ്പോഴാണ് വിശ്വാസം വർദ്ധിക്കുന്നത്. ദൈവസ്നേഹം ഹൃദയത്തിൽ വരുമ്പോൾ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങും. ഈശോ നോക്കുന്നത് ഹൃദയം മാത്രമാണ്. 1 സാമുവേൽ 16 7-ാം വാക്യം. മനുഷ്യൻ കാണുന്നതല്ല കർത്താവ് കാണുന്നത്. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു,
കർത്താവാകട്ടെ ഹൃദയഭാവത്തിലും. വെളിപാട് 2:23. ഹൃദയമാണ് കർത്താവ് പരിശോധിക്കുന്നത്. ഈ ഹൃദയത്തിൽ വചനം വരണമെങ്കിൽ 4 വർഷമെടുക്കും. ദാനിയേൽ 12:12. ഇത് കർത്താവ് ഉപമകളിലൂടെ പറഞ്ഞതാണ്. ലൂക്കായുടെ സുവിശേഷം 13 6-9 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു അത്തിമരം വച്ചു, 3 വർഷം വളമിട്ടു, എന്നിട്ടും ഫലം കണ്ടില്ല. എന്നിട്ടും ഫലം കണ്ടില്ലെങ്കിൽ വെട്ടി തീയിൽ ഇടും. 4 വർഷം വരെ കാത്തിരിക്കണം. യെശയ്യാ 30 15-18 വരെയുള്ള തിരുവചനങ്ങൾ. സ്വസ്ഥമായിരിക്കണം. സ്വസ്ഥതയും ആശ്രയവുമായിരിക്കും നിങ്ങളുടെ ബലം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, യെശയ്യാ 37 30-35 വരെ, ആദ്യത്തെ വർഷം കിട്ടുന്നത് ഭക്ഷിക്കുക, 2-ാമത്തെ വർഷവും അങ്ങനെ തന്നെ ചെയ്യുക, 3-ാമത്തെ വർഷം വിതയ്ക്കുക, 4-ാമത്തെ വർഷം കൊയ്യുകയും ചെയ്യുക. ഇപ്പോൾ എല്ലാവരും തന്നെ ചെയ്യുന്നത് ഒരു ധ്യാനം കൂടുമ്പോഴേ കൃപ കിട്ടിയെന്ന് വിചാരിച്ച് ഇറങ്ങി പ്രവർത്തിക്കുകയാണ്. 1 തിമോത്തി 3:6-7. ഇങ്ങനെ പ്രവർത്തിച്ചാൽ അഹങ്കാരം കയറി പിശാച് വേഗം കൊണ്ടുപോകും. പ്രത്യേകിച്ച് സഹോദരിമാരെ. വിവേചന മരത്തെക്കുറിച്ച് നമ്മൾ കേട്ടുവരികയായിരുന്നു. അതിനുശേഷം ബ്രദർ പറയാണ്, യോഹന്നാൻ 4:10 ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും അറിഞ്ഞിരുന്നുവെങ്കിൽ. ഈശോ സമരിയക്കാരിയോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്നത് ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു. ക്രിസ്തുവിനെ അറിഞ്ഞിരുന്നു എങ്കിൽ എന്നാണ് ഈശോ പറയുക. ആ ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞാൽ, അവൾ ക്രിസ്തു ആരാണ് എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ അവൾ അവനോട് ചോദിക്കും. ആ ചോദിക്കുമ്പോഴാണ് അവൻ ജീവജലം തരിക. അതിന് യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. പല ഭാഗങ്ങളിലൂടെ സമരിയക്കാരി കടന്നു പോകുന്നുണ്ട്. യേശുവിനെ പല രൂപത്തിൽ വിളിക്കുന്നുണ്ട്. യഹൂദനെന്ന് വിളിക്കുന്നുണ്ട്, ഗുരു എന്ന്, പ്രവാചകനെന്ന്, ദൈവപുത്രനെന്ന് എന്നെല്ലാം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മുടെ സമരിയക്കാരി നമ്മുടെ കർത്താവിനെ കാണുന്നുണ്ട്. നമ്മളും ക്രിസ്തുവിനെ ദർശിക്കുന്നത് എങ്ങനെയാണ്? ക്രിസ്തുവിനെ നമ്മൾ പല രൂപത്തിലായിരിക്കും കാണുക. ചിലപ്പോൾ നമ്മളൊക്കെ ഒരു രോഗശാന്തിക്കാരനായിരിക്കാം, നമ്മുടെ പഠനങ്ങളുടെ വിജയക്കാരനായിട്ടായിരിക്കാം, അതുപോലെ നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു വ്യക്തിയായിട്ടായിരിക്കാം, പ്രവാചകനായിട്ടായിരിക്കാം, ദൈവപുത്രനായിട്ടായിരിക്കാം. ഇങ്ങനെ പല രൂപത്തിൽ നമ്മൾ ക്രിസ്തുവിനെ കാണും. ക്രിസ്തുവിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ്? നമ്മൾ ക്രിസ്തുവിനെ അറിഞ്ഞ് വരുമ്പോഴാണ്. അതാണ് ഈ സമരിയക്കാരോട് ഈശോ പറയുന്നുണ്ട്. ആ വചനം നമ്മളൊന്ന് ധ്യാനിച്ചാൽ വളരെ നല്ലതാണ്. ദൈവത്തിൻ്റെ ദാനം എന്തെന്നും നിന്നോട് കുടിക്കാൻ ചോദിക്കുന്ന ആരെന്നും നീ അറിഞ്ഞിരുന്നുവെങ്കിൽ. അവൾക്കറിയില്ല ആരാണെന്ന്. അവൾക്ക് ദൈവപുത്രനെ അറിയില്ല. നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവൻ്റെ ജലം തരികയും ചെയ്യുമായിരുന്നു. നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്ന സ്നേഹമാണ് നമ്മുടെ ഈശോ. നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് നമ്മുടെ ആത്മാവിൻ്റെ ദാഹം ശമിപ്പിക്കുന്ന നിത്യജീവനാണ് നമ്മുടെ കർത്താവ്. അതാണ് ഈശോ ഒത്തിരി സ്ഥലത്ത് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 7-ാം അധ്യായം 37-39 വരെയുള്ള തിരുവചനത്തിനും, യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായം 14-ാം തിരുവചനത്തിനുമൊക്കെ തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. ഈ ഈശോയിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ജീവജലത്തിൻ്റെ അരുവികൾ. ആ കർത്താവിനോട് നമ്മൾ അടുക്കുമ്പോൾ, പശ്ചാത്താപത്തെ നമ്മൾ സ്വീകരിക്കുമ്പോൾ, ഈശോ അതാണ് ആദ്യം വന്ന് പറഞ്ഞത്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. മർക്കോസ് 1:15 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോയുടെ ആദ്യത്തെ പ്രസംഗമാണ്, ദൈവപുത്രൻ എത്തിയിരിക്കുന്നു. നമ്മളോടും ഇത് തന്നെയാണ് ഈശോ പറയുക. ആ ക്രിസ്തുവിനെ നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ. യോഹന്നാൻ 4:14 ഈശോ രഹസ്യം അവളോട് പറയുന്നുണ്ട്, ഞാൻ നൽകുന്ന ജലം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. ആ ഈശോയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ
ആ ദൈവസ്നേഹം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. അതാണ് ഈ വിശുദ്ധരൊക്കെ ഈശോയെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ മറ്റെല്ലാം മറന്ന ക്രിസ്തുവിൻ്റെ പിന്നാലെ പോവുകയാണ്. നമുക്കാർക്കും യഥാർത്ഥത്തിൽ ഈശോയെ ലഭിച്ചിട്ടില്ല. നമുക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ വേദനകൾ, കഷ്ടതകളൊക്കെ നമുക്ക് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ, പീഡനങ്ങളിലും അപമാനങ്ങളിലും ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാകാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഈശോയെ നമുക്ക് ലഭിച്ചു. ഇല്ല എങ്കിൽ ഈശോയെ നമുക്ക് ലഭിച്ചിട്ടില്ല. ആ നിർഗളിക്കുന്ന അരുവി നമ്മളിൽ നിന്ന് പുറപ്പെട്ടിട്ടില്ല, നമുക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ ദൈവസ്നേഹമാകുന്ന ആ ദാനത്തെ നമ്മൾ കണ്ടുമുട്ടണം. അതിനുശേഷം വിക്ടർ പറയാണ്, ദൈവത്തിൻ്റെ ദാനം സ്നേഹമാണ്. സ്നേഹത്തിൻ്റെ ആധിക്യം വരുമ്പോഴാണ് കൃപ കൂടുതലായി വരുന്നത്. ദൈവസ്നേഹമാണ് ദൈവത്തിൻ്റെ ദാനം, ആ ക്രിസ്തുവാണ്. ആ ക്രിസ്തു എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥ സ്നേഹമാണ്. യഥാർത്ഥ സ്നേഹം എപ്പോഴും സഹനങ്ങളുമായി ചേർന്നിരിക്കുന്നതാണ്. ആ സഹനങ്ങളിൽ സന്തോഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. ഇതാണ് സ്നേഹത്തിൻ്റെ ആധിക്യം വരുമ്പോഴാണ് കൃപ കൂടുതലായി വരുന്നത്. കൃപയുടെ ആധിക്യം വരുമ്പോഴാണ് രോഗം വരിക. ഈ രോഗം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ഭയപ്പെടും. പക്ഷേ ഈശോയിൽ വന്നതിന് ശേഷം രോഗം വരുമ്പോൾ അത് നന്മയ്ക്കായി മാറ്റപ്പെടുകയാണ്. ഈശോയെ സ്വന്തമാക്കിയ ഒരു വ്യക്തിക്കും കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക്, ഈ ദൈവത്തിൻ്റെ പദ്ധതിയും പ്ലാനും നമ്മൾ തിരിച്ചറിയുന്നത് നമ്മളിൽ മാനസാന്തരം സംഭവിച്ച് നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്. ആ പദ്ധതികളോട് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവിക പദ്ധതികൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതാണ് റോമാക്കാർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 1-2 തിരുവചനത്തിൽ പറയുക, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നമുക്ക് സാധിക്കും. നമ്മൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് യാത്ര ചെയ്യാതിരിക്കുമ്പോഴാണ് ദൈവിക പദ്ധതികൾ അറിയുന്നത്. ഹൃദയത്തിൻ്റെ നവീകരണം വഴി നമ്മൾ രൂപാന്തരപ്പെട്ട് വരുമ്പോഴാണ് ദൈവത്തിൻ്റെ ഹിതം അറിയുന്നത്. അതിലൂടെ നമുക്ക് നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്ന് വിവേചിച്ചറിയാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? കൃപയുടെ ആധിക്യം വരുമ്പോൾ രോഗങ്ങൾ ഉണ്ടാകും. ബ്രദർ പറയാണ്, ഈ രോഗങ്ങൾ ഒരിക്കലും നമ്മളെ തളർത്തിക്കളയാനല്ല, കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തുവാനാണ്, കൂടുതൽ കൃപയിലേക്ക് ദൈവം വളർത്തുവാനാണ്. അതാണ് വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നുണ്ട് 2 കൊരിന്തോസ് 12-7-10 വരെയുള്ള വചനത്തിൽ. വിശുദ്ധ പൗലോസ്ലീഹായ്ക്ക് രോഗങ്ങളായിരുന്നില്ല, വേറെ പല രൂപത്തിൽ ഒരു മുള്ള് പൗലോസ്ലീഹയ്ക്ക് അനുഭവപ്പെടുകയാണ്. ചിലപ്പം പ്രലോഭനങ്ങളായിരിക്കാം, പല തരത്തിൽ വന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു സാത്താനെക്കുറിച്ച് വിശുദ്ധ പൗലോസ്ലീഹ പറയുകയാണ്. എന്നിട്ട് പൗലോസ്ലീഹ ദൈവത്തോട് പറയുകയാണ്, ഇത് വിട്ടുപോകുവാൻ വേണ്ടി കർത്താവിനോട് ഞാൻ കേണപേക്ഷിച്ചു. അപ്പോൾ ദൈവം പറയുകയാണ്, നിനക്ക് എൻ്റെ കൃപ മാത്രം മതി. ഈ ഒരു വചനമാണ് വിറ്റുപേരോട് പറയുക. ഈ രോഗങ്ങൾ വരുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകും. അപ്പോൾ നമ്മൾ കർത്താവിനെ കൂടുതൽ വിളിച്ചപേക്ഷിക്കും. അല്ലെങ്കിൽ നമുക്ക് അഹങ്കാരമുണ്ടാകും. യഥാർത്ഥ വചനങ്ങളോടും പ്രബോധനങ്ങളോടും കൂടുതൽ കൂടുതൽ വിശ്വസ്തത പുലർത്തുന്നതിന് വേണ്ടിയാണ് ഈ തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക. അതിലൂടെ നമ്മൾ കർത്താവിൽ ആശ്രയിക്കാൻ പഠിക്കുകയാണ്. പരിപൂർണമായിട്ട് നമ്മൾ ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ്. അതിനുശേഷം ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ കൂടുതൽ ശക്തനായിരിക്കുക. ഈ ബലഹീനമായ അവസ്ഥയിൽ ആയിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ശക്തി
ശക്തി പരിപൂർണമായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ നമ്മളല്ല പ്രവർത്തിക്കുന്നത്, കർത്താവിൻ്റെ കൃപയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ വേദനകൾ വരുമ്പോൾ, കഷ്ടതകൾ വരുമ്പോൾ ഈശോയിൽ ആശ്രയിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ ദൈവിക രഹസ്യങ്ങളിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. നമ്മൾ കണ്ടു, കൃപയുടെ ആധിക്യം വരുമ്പോഴാണ് രോഗങ്ങളിലൂടെ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിലൂടെ ഒക്കെ നമുക്ക് കടന്നു പോകേണ്ടി വരുന്നത്. യെശയ്യാ പ്രവാചകൻ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യെശയ്യാ 49 അധ്യായത്തിൽ കർത്താവിൻ്റെ ദാസനെക്കുറിച്ച് പറയുകയാണ്. കർത്താവിൻ്റെ ദാസൻ എങ്ങനെയുള്ളവനായിരിക്കണം? ആ ദാസൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 50 അധ്യായത്തിലും 53 അധ്യായത്തിലും 42 അധ്യായത്തിലും ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ 49 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ ആവനാഴിയിൽ ഒളിച്ചു വയ്ക്കുന്നത്. ഇതിൽ പറയാണ്, തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു, അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാള് പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കും എന്ന് അവിടുന്ന് അരുളി ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരുവാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടുവാനും ഗർഭത്തിൽ വെച്ച് തന്നെ എന്നെ തൻ്റെ ദാസനായി തിരഞ്ഞെടുത്ത കർത്താവ് അരുളി ചെയ്യുന്നു. ഗർഭത്തിൽ തന്നെ കർത്താവ് വിളിച്ച് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ അവിടുന്ന് നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മിനുക്കിയ അസ്ത്രമാക്കി മാറ്റി. കർത്താവിൻ്റെ വചനം വരുമ്പോൾ നാവിനെ ദൈവം വിശുദ്ധമാക്കി മാറ്റും. പ്രവചനങ്ങൾ വരുന്ന എപ്പോഴാണ്? കർത്താവിൻ്റെ നാവായി മാറുമ്പോഴാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വരുന്നത് കർത്താവ് വന്ന് നമ്മിൽ പ്രവേശിക്കുമ്പോഴാണ്. അവിടെ എല്ലാം അത്ഭുതങ്ങളും അടയാളങ്ങളും വരുന്നത്. അവിടെ മനുഷ്യന് ഒന്നും ചെയ്യാനില്ല. ആ മനുഷ്യരുടെ അവസ്ഥ എന്താണ്? ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. കണ്ടോ, കർത്താവിൻ്റെ ഉപകരണങ്ങളാകുന്ന ഓരോ മനുഷ്യൻ്റെ അവസ്ഥയാണ്. മനുഷ്യൻ വെറും പുഴുവാണ്, കൃമിയാണ്. അതാണ് കൊച്ചുറസ്യ പുണ്യവതി പറയുന്നുണ്ട്, ഞാൻ കർത്താവിൻ്റെ കയ്യിലെ ഒരു പന്താണ്, ഞാൻ കർത്താവിൻ്റെ കയ്യിലെ ഒരു പെൻസിലാണ്. ആ പെൻസിലിനെ വെച്ച് എഴുതുന്നത് ഒരു യജമാനനാണ്. ആ എറിയുന്ന പന്തിൻ്റെ ജോലി എറിയപ്പെടുന്ന സ്ഥലത്ത് പോയി വീഴുക എന്നുള്ളതാണ്. അപ്പോൾ ആ പന്തിനൊന്നും ചെയ്യാൻ പറ്റുകയില്ല. ഈ പ്രവാചകന്മാരെല്ലാം ദൈവിക ദൗത്യങ്ങൾ പൂർത്തിയാക്കുകയാണ്. അതാണ് കർത്താവ് പൗലോസ്ലിഹായോട് പറയുകയാണ്, ഈ മുള്ള് കർത്താവ് തരുന്നതാണ്, അത് നീ സന്തോഷപൂർവ്വം സ്വീകരിക്കണം. കർത്താവിൻ്റെ ദാസനും ഈശോയും എന്താണ് ചെയ്തത്? ഈശോ പരിപൂർണമായിട്ട് നിന്നു കൊടുക്കുകയാണ്. രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ നിന്നയിൽ നിന്നും തുപ്പലിൽ നിന്നും ദൈവം മുഖം മറച്ചില്ല. എല്ലാത്തിനും ഈശോ നിന്നു കൊടുത്തു. അതിലൂടെ ദൈവരാജ്യം വികസിക്കുകയാണ്. അതിലൂടെ എല്ലാവർക്കും ജന്മം നൽകപ്പെടുകയാണ്. അതിലൂടെ എല്ലാവരെയും സാത്താൻ്റെ പിടിയിൽ നിന്നും വീണ്ടെടുക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ എന്ന് പറയുമ്പോൾ ഈശോ നടന്ന അതേ വഴിയെ നടക്കുന്നവനാണ് കർത്താവിൻ്റെ ദാസൻ. അപ്പോൾ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആ ഈശോയുടെ സ്വന്തമായി മാറുമ്പോൾ നമുക്കും മനസ്സിലാകും മാനുഷികമായ രീതിയിൽ അവർ ഇല്ലാതാകുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3 അധ്യായം 30 തിരുവചനത്തിൽ സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ആ ഈശോ വരുമ്പോഴാണ് നമ്മൾ ഇല്ലാതായി മാറുക. ഇതിന് ശേഷം പറയാണ്, എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളാക്കി മാറ്റി തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ ഒളിച്ചു വെച്ചു. ദൈവത്തെ അനുസരിക്കുന്നവർക്ക് മാത്രമേ ഇതെല്ലാം കർത്താവിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് ദൈവം ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഭൂമിയിൽ കർത്താവിനോട് വിശ്വസ്തത പുലർത്തുവാൻ ആഗ്രഹമുള്ള ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണ് അവിടുന്ന് പരിശുദ്ധ മറിയത്തെ കണ്ടെത്തുന്നത്.
ഇന്ന് വിശുദ്ധർ അനേകരെ നമുക്കറിയാം, അനേകരും നമ്മുടെ ഭൂമിയിലുണ്ട്. അവരുടെയൊക്കെ നന്മ ഈ കർത്താവിൻ്റെ ആവനാഴിയിൽ ഒളിച്ചു വയ്ക്കപ്പെട്ടവരാണ്. ആ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരല്ല. കർത്താവിൻ്റെ കൃപയിൽ വളരുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടുത്തെ ആവനാഴിയിൽ നമ്മൾ ഒളിക്കപ്പെടണം, സംരക്ഷിക്കപ്പെടണം. അതിലൂടെ നമ്മൾ വളർന്നു വരണം. അപ്പോഴാണ് ഇസ്രായേലിനെ നയിക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ദാസരെ നിയമിക്കുക. കർത്താവിൻ്റെ പ്രവർത്തനങ്ങളിൽ നമ്മൾ ഒരിക്കലും തടസ്സം നിൽക്കരുത്. എപ്പോഴും കർത്താവിൻ്റെ ഹിതം നിറവേറ്റുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് കർത്താവിന് കൂടുതൽ നമ്മിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുക. നമ്മൾ ഈ രോഗങ്ങൾ അല്ലെങ്കിൽ സാത്താൻ്റെ പ്രവർത്തനങ്ങൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഈശോയെ ഇട്ടിട്ട് ഓടാൻ ശ്രമിക്കും, അല്ലെ? നമ്മുടെ കർത്താവിനെ ഉപേക്ഷിച്ച് പോകാൻ ശ്രമിക്കും. പക്ഷേ ഇതൊക്കെ ദൈവത്തിന് എല്ലാം സാധിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ രാജ്യത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ ദൈവത്തിന് വളരെ നിസ്സാരമാണ്. പക്ഷെ പറയണ കൃപ തുടങ്ങുന്നത് സ്നേഹത്തിൽ നിന്നുമാണ്. 1 കൊറിന്തോസ് 14:1 സ്നേഹമാണ് ഏറ്റവും വലിയ കൃപ. ഈ ദൈവസ്നേഹം വരുമ്പോൾ ഈ പ്രശ്നങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും എല്ലാം നിസ്സാരമായിട്ടാണ് നമ്മൾ ഗണിക്കുക. അതിനപ്പുറമാണ് കർത്താവിൻ്റെ സ്നേഹം എന്ന് നമ്മൾ മനസ്സിലാക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8:31-38 വരെയുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവസ്നേഹ പാരമ്യത്തെക്കുറിച്ച്. അതിൽ പറയാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, നഗ്നതയോ, ആപത്തോ, വാളോ, കഷ്ടതയോ ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപെടുത്താൻ സാധിക്കുകയില്ല എന്ന് മിസ്റ്റർ പൗലോസ്ലീഹ അത്ര ശക്തമായിട്ട് പറയണമെങ്കിൽ അദ്ദേഹം ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചവനാണ്. അതുപോലെ നമുക്കെന്ത് സംഭവിച്ചാലും ഈശോയുടെ സ്നേഹത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അതൊരു വലിയ കൃപയായിട്ട് മാറുകയാണ്. മിസ്റ്റർ പൗലോസ്ലീഹ പറയുന്നുണ്ട് യഥാർത്ഥ സ്നേഹത്തെക്കുറിച്ച്. 1 കൊറിന്തോസ് 13 1-13 വരെയുള്ള തിരുവചനത്തിൽ ഈ സ്നേഹത്തിൻ്റെ ആധിക്യം വരുമ്പോഴാണ് സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നാണ് പറയുക. വചനങ്ങൾ കടന്നു പോകും, ഭാഷകളില്ലാതാകും, വിജ്ഞാനം തിരോഭവിക്കും, എന്നാൽ സ്നേഹത്തിന് ഒരു മാറ്റവും ഉണ്ടാകില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കുന്നു. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായിട്ട് നമ്മൾ കാണുന്നു, അപ്പോഴാകട്ടെ മുഖാമുഖം ദർശിക്കും. ഇപ്പോൾ നമുക്ക് വ്യക്തതയിൽ ആ ക്രിസ്തുവിനെ നമ്മൾ ദർശിക്കാത്തതുകൊണ്ടാണ് നമ്മൾക്ക് പലപ്പോഴും ഭയമുണ്ടാകുക. ദൈവസ്നേഹമാണ് ഭയത്തെ ബഹിഷ്കരിക്കുക എന്ന് യോഹന്നാൻ സ്ലീഹായും പറയുന്നുണ്ട്. 1 യോഹന്നാൻ 4:18 സ്നേഹത്തിൽ ഭയത്തിനിടമില്ല, പൂർണ്ണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു, ഭയം ശിക്ഷയെക്കുറിച്ചാണ്, ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. നമ്മൾ ആ ദൈവസ്നേഹത്തിലേക്ക് വരാത്തത് കൊണ്ടാണ് നമുക്ക് പലപ്പോഴും പല കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഉത്കണ്ഠാകുലരാകുക, നമ്മൾ ഭയപ്പെടുക, നമ്മൾ അസ്വസ്ഥരാകുക. കർത്താവാണ് തുടങ്ങിയതെങ്കിൽ, കർത്താവാണ് നമ്മിൽ വസിക്കുന്നുവെങ്കിൽ, നമ്മൾ എളിമപ്പെട്ട് നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും കർത്താവ് പ്രവർത്തിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. വായിച്ച ഓരോ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾക്ക് ധ്യാനിക്കാം. നമ്മൾ കണ്ടു, ഒരു 4 വർഷമെങ്കിലും കർത്താവിൻ്റെ കൂടെ നമ്മൾ കർത്താവിൻ്റെ ആവനാഴിയിൽ നമ്മൾ ശാന്തമായിട്ടിരുന്ന് ദൈവസ്നേഹം അനുഭവിക്കണം, വിശുദ്ധ ഗ്രന്ഥങ്ങൾ സ്വീകരിക്കണം, വിശുദ്ധ കൂദാശയിലൂടെ നമ്മൾ കടന്നു പോകണം. ഇതിലൂടെ എല്ലാം നമ്മൾ കൂടുതൽ തീക്ഷ്ണതയോടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെ നമ്മൾ ശക്തിയാർജിക്കണം. നമുക്ക് ആത്മീയ ഗുരുക്കന്മാർ വേണം. ഇതെല്ലാം വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ആത്മാവിൽ വളരുവാൻ സാധിക്കുക. ആ വളർച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ ലോകത്തിലേക്ക് ഇറങ്ങി ഈശോയെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കുക. അപ്പോൾ നമ്മളതിന് ശേഷം എല്ലാം അത് തന്നെയാണ് കണ്ടത്. നമ്മൾ കാത്തിരിക്കണം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു, ആദ്യം നമുക്ക് കിട്ടുന്നത് ഭക്ഷിക്കുക, 2-ാം വർഷം അങ്ങനെ തന്നെ ചെയ്യുക, 3-ാം വർഷം വിതയ്ക്കുക, 4-ാം വർഷം വിളവെടുക്കുക എന്നൊക്കെയാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. അതുപോലെ നമ്മൾ കാത്തിരുന്ന് ശക്തി പ്രാപിക്കണം എന്നാണ് ഈ വചനത്തിൽ കൂടെ എല്ലാം പറയുക. പരിപൂർണമായിട്ട് എളിമയിൽ നമുക്ക് വളരാൻ സാധിക്കുന്നത് ക്രിസ്തുവിനെ കർത്താവായി നമ്മൾ ഹൃദയത്തിൽ വെച്ച് പൂജിക്കുമ്പോഴാണ്.
വിശുദ്ധിയിൽ നമുക്ക് വളരുവാൻ സാധിക്കുന്നത് ഈശോയെ നമ്മൾ ആരാധിക്കുമ്പോഴാണ്, ഈശോയുടെ മുമ്പിൽ നമ്മൾ എളിമപ്പെടുമ്പോഴാണ്. അപ്പോൾ നമുക്ക് പരിപൂർണമായിട്ടും ഇന്ന് ധ്യാനിച്ച കാര്യങ്ങൾ കൂടുതൽ ആഴത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പതിപ്പിക്കണമേ എന്ന് പരിശുദ്ധ മറിയത്തോട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.